ഏവർക്കും എൻ്റെ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ അൻസർ സൂഫി. ഇന്ന് ഇവിടെ ഞാനൊരു ചിരട്ട കൊണ്ടുള്ള ഒരു ചെറിയ സ്കൾപ്ചറാണ് ചെയ്യാൻ പോകുന്നു. ചിരട്ട കൊണ്ട് ഒരു ചെറിയ പാറ്റ. അപ്പോൾ ഇത് വളരെ ചെറിയ വർക്കാണെങ്കിൽ കുറച്ച് റിസ്ക്കിയാണ്. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ. സാധാരണ ഒറ്റ തേങ്ങ ഉണ്ടെങ്കിൽ നേരെ നടുവങ്ങ് പൊളിച്ചാൽ മതി. ഇതിപ്പോൾ ഞാൻ 2 ചിരട്ട കൂട്ടി വെച്ചിട്ട് സ്കെച്ചിടാം. എന്നിട്ട് അതിൻ്റെ നേരെ പകുതി മാത്രമേ എനിക്ക് ആവശ്യമുള്ളൂ, അതിൻ്റെ നേരെ പകുതി. അപ്പോൾ അത് ആ പാറ്റയുടെ മേൽഭാഗം, അതിൻ്റെ ബോഡിയുടെ സൈഡ് മേൽഭാഗം വരുന്നു. അപ്പോൾ ഇനി അത് മുറിച്ചിട്ട് ജോയിൻ ചെയ്യണം. ഇങ്ങനെ 2 ഒക്കെ നല്ല ഗ്രൈൻഡ് ചെയ്ത് വൃത്തിയാക്കിയിട്ട് 2 സെറ്റപ്പ് നല്ല ജോയിൻ്റ് ആയിരിക്കണം. അപ്പോൾ അതങ്ങനെ ജോയിൻ ചെയ്യാം. ജോയിനിങ്ങിന് ഞാൻ വുഡ് ഫില്ല്, പിന്നെ ചോക്ക് പൊടി, ചിരട്ടപ്പൊടിയൊക്കെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ കൂടാതെ ഫെവിക്കോൾ SH ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ ജോയിൻ ചെയ്തെടുത്ത് ഇനി അതിൻ്റെ ബാക്കിലെ കുറച്ച് ഒരു കൂർത്ത ഭാഗമുണ്ട്. അപ്പോൾ അതിന് ചെറിയൊരു ചിരട്ടയുടെ പീസ് വെച്ചിട്ട് ആ ഭാഗം ഞാൻ ശരിയാക്കി എടുക്കുകയാണ്. ഓക്കെ. പിന്നെ ഇതിൽ ഞാൻ ഈ ഡൈ ഗ്രൈൻഡർ ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് മക്കിട്ടേൻ്റെ ഡൈ ഗ്രൈൻഡറാണ്. 450 വാട്ട്സ്. ഇത് കുറച്ച് സ്ട്രോങ് ആണ്. അപ്പോൾ ഇതുകൊണ്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഞാൻ കൈയൊക്കെ അടുത്ത് വെച്ചിട്ടാണ് ഗ്രൈൻഡ് ചെയ്തത്. അതിൻ്റെ ബിറ്റൊക്കെ ഭയങ്കര സ്ട്രോങ് ആണ്. കയ്യിൽ കയറിക്കഴിഞ്ഞാൽ നഖമൊന്നും ഉണ്ടാവില്ല. നഖവും വിരലിൻ്റെ തുമ്പൊക്കെ പോവും. അപ്പോൾ അതുകൊണ്ട് വളരെ കെയർ ചെയ്ത് ഉപയോഗിക്കുക. കഴിയുന്നതും സേഫ്റ്റി ഗ്ലൗസ് ഉപയോഗിക്കുക. അപ്പോൾ ഞാൻ ഇതവിടെ ഇങ്ങനെ അതിൻ്റെ ബാക്ക് സൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഒട്ടിച്ചെടുക്കുക. ഇനി ആ പാറ്റൻ്റെ ബോഡിയുടെ സൈഡിൽ ചെറിയൊരു ബീഡിങ് പോലെ വരുന്നുണ്ട്. അപ്പോൾ അതിനൊരു കുറച്ച് ചെറിയ ചിരട്ടയുടെ പീസ് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അത് കുറച്ച് നീട്ടത്തിലെടുത്തു കഴിഞ്ഞാൽ നമുക്ക് സുഖം. അപ്പോൾ അത് ഇതേപോലെ സൈഡിൽ വെച്ച് ഒട്ടിച്ച് ഇനി എല്ലാ സൈഡിനും വട്ടത്തിൽ ഒട്ടിച്ചെടുക്കണം. എന്നിട്ട്
പിന്നെ ഞാൻ ഡൈ ഗ്രൈൻഡറൊക്കെ വെച്ചിട്ട് ഗ്രൈൻഡ് ചെയ്ത് സൈസാക്കി എടുക്കും, എല്ലാം കൂടെ ഷേപ്പാക്കി എടുക്കും. ഇതേപോലെ വെച്ച് തീർത്തു. ഇനിയിപ്പോൾ നമുക്ക് പാറ്റയുടെ ആ ബോഡീൻ്റെ അടിയിലേക്കുള്ള ഭാഗം എടുക്കണം. അപ്പോൾ അതിനെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ചെറിയൊരു അളവൊക്കെ പിടിച്ചെടുത്ത് കഴിഞ്ഞാൽ ഒറ്റ പീസ് ചിരട്ടയിൽ അതങ്ങോട്ട് ഒട്ടിച്ചെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മളവിടെ കുറേ ജോയിൻ്റൊക്കെ ആക്കി കുറേ പശയൊക്കെ പോകും. അപ്പോൾ ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്ത് അളവെടുത്തിട്ട് കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അങ്ങനെ പോകും. പക്ഷെ ഒറ്റ പീസിലങ്ങോട്ട് കിട്ടുന്നില്ല, വൈദ്യാക്കിയിട്ട് ചെയ്താണ്. ഇനിയിപ്പോൾ അതിൻ്റെ കഴുത്തിൻ്റെ ഭാഗമാണ്. ഇതിൻ്റെ കഴുത്ത് തല എന്നൊക്കെ പറഞ്ഞ ഒരു പ്രത്യേക സംഭവമാണ്. സാധാരണ ജീവികളുടെ കഴുത്തും തലയും പോലൊന്നുമല്ല, ഇത് വേറെ തന്നെയാണ്. ഇത് കഴുത്താണോന്നും തോന്നില്ല, അങ്ങനത്തെ ഒരു സംഭവങ്ങളൊക്കെയാണ്. കഴുത്തല്ല ശരിക്കും, ഇത് ഫ്രണ്ട് നമ്മളെ ചെസ്റ്റിൻ്റെ ഭാഗം വരുന്ന ബോഡി സൈഡാണെന്ന് തോന്നുന്നു. അവിടെ ഒരു 2 കാലും വരുന്നുണ്ട് അവിടെ. അത് കഴിഞ്ഞിട്ട് കഴുത്ത് വരുന്നുണ്ട്, ഒരു ചെറിയൊരു പീസാണ്. ഇതേപോലെ ഞാൻ അതും വെച്ചിട്ടുണ്ട്. ചെറിയൊരു കഴുത്തും ഒരു ചെറിയൊരു തലയാണ്. അപ്പോൾ ഞാൻ തലയിൽ കുറച്ച് കൊമ്പൊക്കെ വരുന്നുണ്ട്. ഇനിയിപ്പോൾ ഞാൻ അതിൻ്റെ കാലുണ്ടാക്കാൻ വേണ്ടിയിട്ട് ചിരട്ടയുടെ പീസ് സ്ട്രൈറ്റ് ആക്കിയിട്ട് 2 ലെയർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് ഗ്രൈൻഡറിൽ വെച്ച് ഒന്ന് റെഡിയാക്കി എടുത്താണ്. ഇതിപ്പോൾ ഇങ്ങനെ ഞാനൊരു വളഞ്ഞ ചിരട്ടയുടെ ഒരു പീസ് കട്ട് ചെയ്തെടുത്ത്. അപ്പോൾ അതിൽ കണ്ടൊരു വളവായിട്ട് നിൽക്കുക. അതിൽ ഞാനൊരു മാസ്കിൻ ടേപ്പ് പൊട്ടിച്ച്, എന്നിട്ട് ആ ബെൻഡ് നിർത്തണമല്ലോ. അപ്പോൾ അതേപോലെ 2 അടി അങ്ങോട്ട് അടിക്കും. 2 അടി അങ്ങോട്ട് അടിക്കുമ്പോൾ അത് പൊട്ടിപ്പോവും. അത് പൊട്ടി, അപ്പോൾ മാസ്കിൻ ടേപ്പ് ഉള്ളതുകൊണ്ട് അത് അങ്ങനെ പൊട്ടിച്ചെതറൊന്നുമില്ല. അപ്പോൾ ഇതേപോലെ ഉണ്ടാവും. എന്നിട്ട് ആ പൊട്ടിയ ഭാഗങ്ങൾ ജോയിൻ്റ് ആക്കി കൊടുത്താൽ മതി. അപ്പോൾ കുറച്ചൊന്ന് സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കും. അല്ല നമ്മൾ ചെറിയ പീസുകളെടുത്ത് കട്ട് ചെയ്ത് കുട്ടിയൊട്ടിക്ക് കുറച്ച് ടൈം ലാഭം കിട്ടും, അത്രേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്യേണ്ടടുത്ത് അങ്ങനെ ചെയ്യാം, അങ്ങനെ ചെയ്യേണ്ടടുത്ത് ഇങ്ങനെ എളുപ്പമാണ്. അപ്പോൾ ഇതേപോലെ കൂട്ടി ഒട്ടിച്ചിട്ട് അത് സ്ട്രെയിറ്റ് ആക്കി എടുത്തു. ഇനി ഇതങ്ങനെ അങ്ങോട്ട് ഇളക്കിയെടുത്ത് കഴിഞ്ഞാൽ അതൊരു സെറ്റായി ഉണ്ടാവും. അത്യാവശ്യം സ്ട്രൈറ്റിൽ ഇട്ടു. പിന്നെ നമുക്ക് ആംഗിൾ ഗ്രൈൻഡറിൽ വെച്ച് ഗ്രൈൻഡ് ചെയ്ത് കുറച്ച് പൊന്തലും താത്തലൊക്കെ നിർത്താം. അപ്പോൾ ഇതേമാതിരിയാണ് ഞാൻ ഈ കാലാണ്, അതിൻ്റെ വണ്ടിൻ്റെ കാലാണ്. അപ്പോൾ കാല് സെറ്റാക്കി എടുത്ത് അങ്ങനെ ഒരു സൈഡിൽ 3ഉം മറ്റേ സൈഡിൽ 3ഉമായിട്ട് 6 കാലുണ്ട് ഇതിന് മൊത്തം. കാലുകളൊക്കെ ഒരേ നീളമൊന്നുമല്ല, നേരെ ഓപ്പോസിറ്റിൽ വരുന്ന കാലുകൾ മാത്രമുള്ള സെയിം സൈസ്. ബാക്കിയൊക്കെ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ചെറിയൊരു ആർച്ച് ഷേപ്പിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഉണ്ടാക്കിയെടുത്ത കാല് അവിടെ വെച്ചിട്ട് ഒട്ടിച്ച് ജോയിൻ ചെയ്ത് അതിൻ്റെ ഫ്രണ്ടിലത്തെ കാലാണ്. പിന്നെ കുറച്ച് നാര് പോലത്തെ ഭാഗങ്ങളൊക്കെ വരുന്നുണ്ട് ഇതിന്. അപ്പോൾ അതും കൂടെ വയ്ക്കണം. പക്ഷെ അത് ശ്രദ്ധിക്കുക, പെട്ടെന്ന് പൊട്ടിപ്പോകുന്നുണ്ട്, പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വലിയ രൂപമായതുകൊണ്ട് അതൊന്നും കുഴപ്പമില്ല എന്നൊക്കാം. കുറച്ചും കൂടെ ചെറുതായിരുന്നെങ്കിൽ അതൊന്നും ചെയ്യാൻ പറ്റില്ല, ചിരട്ടയിൽ കിട്ടില്ല.
അപ്പോൾ ഞാൻ കാല് മൊത്തം 6 കാലും ഇതാ അങ്ങനെ ഒട്ടിച്ചെടുത്ത് അപ്പോൾ ഇനി ഈ കാലിൻ്റെ അടിയിൽ ചെറിയൊരു നാര് പോലത്തെ ഒരു പീസും കൂടെ വരുന്നുണ്ട്, അതും കൂടെ വെക്കണം. അപ്പോൾ അതിനിതാ ഒരു പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് ചെറുതാക്കിയിട്ട് ഇനിയിപ്പോൾ അതിൻ്റെ ആംഗിൾ ഗ്രൈൻഡറിൻ്റെ പക്കത്ത് വെച്ചിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കും. അപ്പോൾ ശരിക്കും ഗ്രൈൻഡിങ് വരും. അപ്പോൾ കട്ട് ചെയ്ത പോലെ വരും. അപ്പോൾ ഏകദേശം ആ കാലിൻ്റെ ഇതുകൊണ്ട് യോജിക്കുന്നുണ്ട്. കാലിൻ്റെ സൈഡിലൊരു, അപ്പോൾ അത് കാണാം, അത് ലാസ്റ്റിൽ കാണാം. ഇതിപ്പോൾ ഇതിൽ ക്ലിയറായിട്ട് കാണിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ്. ഇതാ ഞാൻ കണ്ടില്ല, ആ ലാസ്റ്റിൽ കാലിൻ്റെ സൈഡിൽ കാണുന്നുണ്ട്. ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് പേപ്പർ ചെയ്ത് റെഡിയാക്കി എടുക്കണം. അതിൽ ഞാൻ ചെറിയ ഡ്രിമലിൻ്റെ ചെറിയ റോട്ടറി ടൂളും ഉപയോഗിച്ചിട്ടുണ്ട് ഇതിൽ. അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. ഇനി അടുത്ത വീഡിയോയുമായി വരുന്നവരെ വിടാം. ഓക്കെ, ബൈ.